കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്തുന്നു അനില ആൻഡ് രഞ്ജിത്ത്. അനില, എവിടെയാണ് വീട്? എന്റെ വീട് സ്വന്തം വീട് അടിമാലില് പണിക്കൻകുടി. അടിമാലില് പണിക്കൻകുടി എന്ന സ്ഥലത്താണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത്. തിരുവനന്തപുരത്ത്. അതുകൊണ്ടാണ് രണ്ടും തമ്മിലുള്ള ഒരു ഇത് വന്നത് അല്ലേ? കിളിമാനൂര്. ശരി, എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ സിംഗറാണ്. നമുക്ക് ട്രൂപ്പ് ഉണ്ട് സ്വന്തമായിട്ട്. ഏതാണ്? നാഗർകോവിൽ മില്ലേനിയം മെഗാ വോയിസ്. ഓ വണ്ടർഫുൾ. ഓക്കെ, അതിന്റെ കൂടെ നടത്തുന്നത്. അതിൽ സിംഗറാണ്, തമിഴ് സിംഗറാണ്. തമിഴ് സിംഗറാണ്. അപ്പൊ ആരൊക്കെ ഇന്ന്? കോവൈ കമല, ശുഭ ചേച്ചി, ഷക്കീര. ഓ ഷക്കീര. അപ്പോ വരുന്നത് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. കാഞ്ഞിരപ്പുഴയിൽ എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്ന മലബാർ ഗോൾഡില് പാലക്കാട് ഷോറൂമിലാണ്. പാലക്കാട് ഷോറൂം മലബാർ ഗോൾഡിലാണോ? ശരി, ഓക്കെ. അതിന്റെ കൂടെ മിമിക്രിയും കൂടി അതിനൂടെ കൊണ്ടുപോകും. അപ്പൊ ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? അജു വർഗീസ്, പിന്നെ തമിഴില് ജയ്, പിന്നെ ഇന്ദ്രജിത്ത്. നമ്പർ പറയും അനില. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. കാവ്യ മാധവ്, ട്രൈ ചെയ്യാലോ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നിട്ട് ബാക്കി കൂടി പറഞ്ഞു. കോമഡി ഉത്സവത്തിൽ വരാൻ സാധിച്ചതില് വളരെയധികം സന്തോഷം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, പുല്ല. ടീച്ചോ ഫോമിലാണല്ലോ. ഓക്കെ, രഞ്ജിത്ത് നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഷക്കീര, അയ്യോ ഇവിടെ ആളുണ്ട്. സാമിനാമിന. അത് വയറ് തടയുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ലിസ്റ്റിലുണ്ടല്ലോ ഷക്കീര, കേൾക്കാം. You're soldier, just your battle. Take it so buffer, just to know buffer back in my saddle. We run front far, everyone's snapshot. You're gonna be too getting closer, this is over. To perish is all to leave to carry go and leave. When you walk it up, oh, did you walk it up, hey, Samina, Tangaleka. Cause this is Africa. Samina, hey, waka, waka, hey, Samina, Tangaleka. This time for Africa. Verification, no one of you look, this is your moment of hesitation. Today, I feel it. Today, I feel it. When you walk it up, oh, did you walk it up, hey, Samina, Tangaleka. This time for Africa, Samina, hey, waka, waka, hey, Samina, Tangaleka. This time for Africa. Wow! Beautiful. അടുത്ത നമ്പറും അനിലയുടെയാണ്. പറയുമല്ല 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ആര്യാടൻ മുഹമ്മദ് സർ. ഷക്കീറിന് നേരെ നിലമ്പൂർക്ക് പോയത്. രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നീ ഏതെങ്കിലും ചാനലില് മാർക്കിടാൻ പോടാ. വിളിച്ചാലും പോവില്ല, ഞാൻ വാർത്തപ്പണിക്ക് പോക്കോളാം. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ജോജു, ട്രൈ ചെയ്യാം. ഇതൊരു റോക്കറ്റാണ്. എന്റെ പോയ കാലത്തിലേക്ക് പോകുന്ന ഒരു റോക്കറ്റ്. പിടിച്ചോണ്ട് പോയി പൂട്ടിയിടാ. പിന്നെ മതിലുചാടി രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ രണ്ടിന്റെ ശവമായിരിക്കും നാളത്തെ പ്രഭാതം കാണുക. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. അല്ലെ, വെറുതെ എന്തിനാണ് ഈ കുട്ടിയെ കൂടി അതിനകത്ത് ചേർത്ത് രണ്ടിന്റെ ശവം എന്ന് പറഞ്ഞ. ഓക്കെ, ലാസ്റ്റ് നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ജയ് ഇപ്പോ പുതിയ മധുരരാജയിലൊക്കെ അഭിനയിച്ചു. എനിക്ക് അവള് தெரியாது. നാഗർകോവിലായിട്ട് തമിഴ് தெரியாதா? இல்ல, ஜெயோட வாய்ஸ் தெரியாது. ഭാരത് മാതാ കി ജയ്. വന്നോട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമോ? കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ജയ് ഉണ്ടല്ലോ ലിസ്റ്റില്.
ഒന്ന് കേൾക്കാം. ஹலோ என்னங்க கலாய்க்கிறீங்களா? விட்டுருங்க மேடம். மேடம் இதெல்லாம் சொல்ல நான் அழுதுருவேன் மேடம். யார் அழுதா? நான் அழுதல, கண்ணு வேர்க்குது, அவ்வளவுதான். எங்க உங்களை பிடிச்சிருக்குங்க, உங்க அப்பனை தாங்க பயம், மற்றபடி லவ் யூ தாங்க. Beautiful. Last number ആണ്. Let's open number 10. അവിടെ ലിസ്റ്റിൽ വരും. മാൽഗുഡി ശുഭ. നീല പൊങ്കലായിലോ നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല ഞാൻ പുരുഷന്മാരെ മൊത്തം അവമാനിക്കാൻ തന്നെ പോലെ ഒറ്റ ഒരുത്ത മതിയല്ലോ. കുഴപ്പമില്ല കേട്ടാ, ലിസ്റ്റിലുണ്ട്, കേൾക്കാം. മച്ചാനെ വായ മച്ചാനെ വാ മച്ചാരും കാണാ മച്ചാരങ്ക മച്ചാനെ വായൻ മച്ചാനെ വാ മച്ചാരും കാണാ മച്ചാരങ്ക നെഞ്ചിനുന്മാദ താളം പഞ്ചവാണന്റെ മേളം ആവാഹ സഹായ ജപിച്ചിട്ടും കുട്ടുക്കുമായി ബാബ വരം താത്ത ഇത് സൂജ മഹാരാജ ഹേ മച്ചാനെ വായൻ മച്ചാനെ വാ ഹേ മച്ചാജിൻ കാണാ കച്ചോരം താ. ചേട്ടാ 2 3 നമ്പർ കഴിയും. അപ്പൊ അല്ല ലിസ്റ്റിൽ ഇനി ഒരേ ഒരാളേ ഉള്ളൂ അല്ലേ? കോവൈ കമല. கானா கருங்கோயில கச்சேரிக்கு வரியா வரியா கண்மையக்கும் பாட்டு சொல்லி பாட்டு கொண்டு தரியா தரியா மனசில் இடம் பிடிச்சா எலக்ஷனில ஜெயிச்சா ஊரு சன மூக்கில விரல் வைக்கும் கானா கருங்கோயில கச்சேரிக்கு வரியா வரியா கண்மயக்கும் பாட்டு சொல்லி பாட்டு பொண்ணு தரியா தரியா. അജു വർഗീസ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്. അജു വർഗീസ് ഉണ്ട്. ഇടെ പെരനാറി ചേച്ചി, എന്നോട് ഈ പണി വേണ്ടായിരുന്നു. ഒരു പൊക്കളിക്കാരെ കുത്തിയതേ എന്റെ പൊക്കിളിനിട്ടാ. നീ ഓക്കെ പറ്റിയൊന്ന് ക്ലിക്ക് ചെയ്യേ. നിന്റെ അളിഞ്ഞ മോന്ത് ഞാനൊന്ന് കാണട്ടെ. നീ കാനഡ പോയി സൂഹിക്കുന്നതേ എന്റെയും കൂടെ അനുവാദം കൊണ്ടാ. എടാ നന്ദിയെങ്കിലും നിനക്ക് കാണിച്ചു കൊടുറാം. എന്റെ ഭാര്യ പൊങ്കല വയ്ക്കാൻ വെക്കുന്ന കഞ്ഞിക്കുടം തച്ചൊടിച്ചിട്ടാടാ നിന്റെ പ്രേമത്തിന്റെ കള്ളും കുഷ്ണം ഞാൻ ഉണ്ടാക്കിയത്. നിനക്ക് ആ നന്ദിയെങ്കിലും കാണിച്ചു കൊടുറാ പുല്ലേ. നിനക്ക് കാനഡയിലേക്കുള്ള വിസ എനിക്ക് അതെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിന്റെ കമ്പിയുടെ ഇപ്പൊ നിന്നെ മദ്യപാനിച്ച് ഭാര്യയില്ലേ ഇല്ലയാ, അവളെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. സത്യം. വെരി ഗുഡ്. അടുത്തത് ഇന്ദ്രജിത്തിന്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. ഓക്കെ. പി കെ രാംദാസ് എന്ന് പറയുന്ന കൊടിമരം വീണു. 7 രാഷ്ട്രീയത്തിൽ നയിക്കാൻ ഇനി ആര്? എന്റെ നോട്ടത്തിൽ ഒരാൾ മാത്രം. ഹിന്ദുക്കൾക്കിടയിൽ അവൻ മഹിരാവണൻ, മുസ്ലിംസിനിടയിൽ അവൻ ഇബ്ലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേരേ ഉള്ളൂ, ലൂസിഫർ. അതെ, ഒരൊറ്റ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കൊടിമരം അല്ല, വൻമരം. അയ്യോ, വൻമരം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും? വെടിക്കെട്ട് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല. അതായത് ഈ പൂരത്തിന്റെ ഒക്കെ ഫൈനല് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ലാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഷോ നടക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിലിനെ പ്ലേസ് ചെയ്യാം. അത്രയും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അസാധ്യമായിട്ട് ഇഷ്ടം. പേടിയില്ല കേട്ടാ.
അതാണ് ആദ്യം ആർട്ടിസ്റ്റ് വേണ്ടത്. പേടിയൊന്നുമില്ല. പേടി നല്ലവരും ഉള്ളിലുണ്ട്. എന്താ അത് പുറത്ത് കാണിക്കുന്നില്ല, വെളിയിൽ എന്തായാലും ഇല്ല. വെളിയിലുണ്ട്. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പേടി ഉള്ളിലുണ്ടാവും. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും ഉള്ളിലൊരു പേടി കിടപ്പുണ്ടാവും. യാതൊരു സംശയമില്ല. പക്ഷെ പുറത്ത് കാണിക്കാതിരിക്കുന്നതാണ് നമ്മുടെ കഴിവ്. അത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ആവും, യാതൊരു സംശയമില്ല. അതിനുള്ള എല്ലാ ആകാരമുണ്ട്, ശബ്ദമുണ്ട്, ആ പ്രത്യേകതകളെല്ലാം ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് വേണ്ട എല്ലാ ശ്രീ എന്ന് പറയില്ല, ഒരു മുഖശ്രീ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രാജേട്ടാ അനില, ആദ്യം അനിലയെ കുറിച്ച് പറയാം. അസ്ഥലായിട്ടുണ്ട്. നിങ്ങൾ ഏതാ ട്രൂപ്പ് ഏതാന്ന് പറഞ്ഞ? നാഗർകോവിൽ മില്ലേനിയം മെഗാ വോയിസ്. 2 മണിക്കൂർ പ്രോഗ്രാം 25 മിനിറ്റ് ഇങ്ങനെ പോവല്ലോ, ടൈറ്റിൽ തന്നെ. ഭയങ്കര ലെങ്താണ്. നിങ്ങൾ ഒരുപാട് പേരുണ്ടോ ട്രൂപ്പില്? ഹസ്ബൻഡാ നടത്തണം അല്ലേ? അതെ. ഭയങ്കര ഷാർപ്പ് വോയിസേ, ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കൈഡി മേടിക്കും. ഫസ്റ്റ് പാടി തുടങ്ങുമ്പോഴേ ഏത് ഷോയ്ക്ക് പോയാലും കൈഡി മേടിക്കാൻ പറ്റുന്ന അത്രയും ഷാർപ്പാണ് വോയിസ്. ഗംഭീരമായിട്ടുണ്ട്, അസ്ഥലായിട്ടുണ്ട്. പാടിയതെല്ലാം നല്ലതായിരുന്നു. രഞ്ജിത്ത്, പാലക്കാട് കാഞ്ഞിരപ്പുഴ മണ്ണാർക്കാട്. ഓക്കെ ഓക്കെ. രഞ്ജിത്ത് നന്നായിരുന്നു, അസ്ഥലായിരുന്നു. എനിക്ക് തോന്നുന്നു അജു വർഗീസ് കറക്റ്റ് സൗണ്ട് ആയിരുന്നു. പക്ഷെ അത്രയും ലെങ്ത് ഡയലോഗ് വേണ്ടെന്ന് തോന്നി. രഞ്ജിത്ത് കുറച്ച് കഴിയുമ്പോൾ നീ ഇടയ്ക്കൊന്ന് മൈൻഡ് മാറുന്ന പോലെ തോന്നി. എല്ലാം നന്നായിരുന്നു, അസ്ഥല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. രഞ്ജിത്തിന്റെ കൈ പിടിച്ചേപ്പിക്കട്ടെ. രഞ്ജിത്ത് അല്ല, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.